أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذ قال ربك للملائكة إني جاعل في الأرض خليفة قالوا أتجعل فيها من يفسد فيها ويسفك الدماء ونحن نسبح بحمدك ونقدس لك قال إني أعلم ما لا تعلمون. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നാം ഇപ്പോൾ ഓതിക്കേട്ട ആയത്ത് സൂറ ബഖറയിലെ 31-ാം വചനമാണ്. ഈ ആയത്തിൻ്റെ അർത്ഥം ഇപ്രകാരമാകുന്നു: ഞാൻ ഭൂമിയിൽ ഒരു പ്രതിനിധിയെ നിശ്ചയിക്കുവാൻ പോവുകയാണെന്ന് നിന്റെ നാഥൻ മലക്കുകളോട് പറഞ്ഞ സന്ദർഭം ഓർക്കുക. അവർ പറഞ്ഞു, അവിടെ കുഴപ്പമുണ്ടാക്കുകയും രക്തം ചിന്തിക്കുകയും ചെയ്യുന്നവരെ നീ അവിടെ നിശ്ചയിക്കുകയാണോ? ഞങ്ങളാവട്ടെ നിന്നെ സ്തുതിക്കുന്നതോടൊപ്പം നിന്റെ മഹിമയെ പ്രകീർത്തിക്കുകയും നിന്റെ വിശുദ്ധിയെ വാഴ്ത്തുകയും ചെയ്യുന്നു. ഇതിനുത്തരമായി അവൻ അല്ലാഹു പറഞ്ഞു, നിശ്ചയമായും നിങ്ങൾ അറിയാത്തത് ഞാൻ അറിയുന്നുണ്ട്. ഈ ആയത്തിൻ്റെ തഫ്സീറാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ തുടർച്ചയിൽ സയ്യിദ്ന ഹസ്രത്ത് മുസ്ലിഹ് മൗദ് റളിയല്ലാഹു തആല അൻഹു തഫ്സീർ ചെയ്തുകൊണ്ട് പറയുന്നു, ഇനി ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് വിശുദ്ധ ഖുർആനിൽ വിവരിച്ചിരിക്കുന്ന ആദം അലൈഹിസ്സലാമിൻ്റെ സംഭവങ്ങളിൽ മനുഷ്യവംശം ആദം അലൈഹിസ്സലാമിൽ നിന്നാണ് ആരംഭിച്ചതെന്നോ അദ്ദേഹത്തിൻ്റെ കാലത്ത് മറ്റു മനുഷ്യരാരും ഉണ്ടായിരുന്നില്ല എന്നോ എവിടെ നിന്നും തന്നെ പ്രകടമാകുന്നില്ല എന്ന കാര്യത്തെ സംബന്ധിച്ചാണ്. ആദം അലൈഹിസ്സലാമിൻ്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് താഴെ ചേർത്തിരിക്കുന്ന ആയത്തുകളിലാണ് അദ്ദേഹത്തിൻ്റെ സംഭവങ്ങൾ വിവരിച്ചിട്ടുള്ളത്. ആദ്യമായി ഞാനിപ്പോൾ തഫ്സീർ എഴുതിക്കൊണ്ടിരിക്കുന്ന ആയത്ത് തന്നെയാണ്. ഈ ആയത്തിലെ വാക്കുകളിൽ നിന്നും വ്യക്തമാകുന്നത് ഇതിൽ മനുഷ്യ സൃഷ്ടിപ്പിനെ കുറിച്ച് ഒരു പരാമർശവും ഇല്ല എന്ന് തന്നെയാണ്. ഇതിൽ അല്ലാഹു പറയുന്നത് ഇപ്രകാരമാണ്: നിങ്ങളുടെ റബ്ബ് മലക്കുകളോട് പറഞ്ഞ സന്ദർഭം സ്മരിക്കുക. അതായത്, ഞാനിതാ ഭൂമിയിൽ ഒരു ഖലീഫയെ നിശ്ചയിക്കുവാൻ പോവുകയാണ്. ഈ വാക്യത്തിൻ്റെ ഘടന തന്നെ പറയുന്നത് ആദം അലൈഹിസ്സലാമും അദ്ദേഹത്തിൻ്റെ വർഗത്തിൽപ്പെട്ട കുറച്ചാളുകളും അവിടെ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ്. അല്ലാതെ ഇവരെ സൃഷ്ടിക്കുന്നതിനെക്കുറിച്ചുള്ള ചോദ്യമല്ലായിരുന്നു ഇവിടെ ഉന്നയിച്ചിരുന്നത്. മറിച്ച് മനുഷ്യനിൽ നിന്നും ഖലീഫയെ തിരഞ്ഞെടുക്കുന്നത് മാത്രമായിരുന്നു. ഖലീഫയെ തിരഞ്ഞെടുക്കുക എന്നതുകൊണ്ട് ഒരിക്കലും തന്നെ ഈയൊരു നിഗമനത്തിൽ എത്തിച്ചേരാൻ സാധിക്കുകയില്ല. അതായത്, അതിനു മുമ്പ് ഒരു മനുഷ്യനും ഉണ്ടായിരുന്നില്ല എന്ന്. നേരെ മറിച്ച് ആ സമയത്ത് അള്ളാഹുവിൻ്റെ ഒരു ഖലീഫ, ഒരു പ്രതിനിധി അവിടെ ഉണ്ടായിരുന്നില്ല എന്ന നിഗമനത്തിലേക്കാണ് എത്തുക. ഖുർആനിൽ ഹസ്രത്ത് ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമിനെയും ഖലീഫത്തുള്ള എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അദ്ദേഹം ഒരു തരത്തിലും ആദ്യത്തെ മനുഷ്യനായിരുന്നില്ല. അദ്ദേഹത്തെ സംബന്ധിച്ച് സൂറ സ്വാദിൽ ഇപ്രകാരം വന്നിരിക്കുന്നു: യാ ദാവൂദു ഇന്നാ ജഅൽനാക ഖലീഫതൻ ഫിൽ അർദ് ഫഹ്കും ബൈനൻ നാസി ബിൽ ഹഖ് വലാ തത്തബിൽ ഹവാ ഫയുളില്ലക അൻ സബീലില്ലാഹ്. ആയത്തിൻ്റെ അർത്ഥം ഇപ്രകാരമാണ്: അല്ലയോ ദാവൂദ്, നാം നിന്നെ ഭൂമിയിൽ ഒരു ഖലീഫയായി നിശ്ചയിച്ചിരിക്കുന്നു. നീ നീതിപൂർവം ജനങ്ങൾക്കിടയിൽ വിധി കൽപ്പിക്കുക. നീ സ്വേച്ഛയെ ഒരിക്കലും പിൻപറ്റരുത്. നീ അത്തരത്തിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്നും നീ വ്യതിചലിച്ചു പോകുന്നതാണ്. ഈ ആയത്തിൽ നിന്നും പ്രകടമാകുന്നത് ഖലീഫയാകുക എന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത് ജനങ്ങളിൽ നീതിപൂർവം ഭരണം നടത്തുകയും
മനുഷ്യരുടെ ബുദ്ധിയെ അള്ളാഹുവിൻ്റെ ഇൽഹാമാകുന്ന ആ ഹിദായത്തിലേക്ക് വിധേയപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ്. ചുരുക്കി പറഞ്ഞാൽ അള്ളാഹു ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഖലീഫയായി നിശ്ചയിക്കാൻ പോവുകയാണ് എന്ന് വിളംബരപ്പെടുത്തിയപ്പോൾ അവിടെയും ഈ ഒരു കാര്യം തന്നെയായിരുന്നു അർത്ഥമാക്കിയിരുന്നത്. അല്ലാതെ ആ സമയത്ത് ആദമിനെ സൃഷ്ടിച്ചു എന്നല്ല. നേരെ മറിച്ച് ഹസ്രത്ത് ആദം അലൈഹിസ്സലാം ആത്മീയമായി ഒരു പക്വമായ അവസ്ഥയിലെത്തിയപ്പോൾ അദ്ദേഹത്തെ അള്ളാഹുവിൻ്റെ വെളിപാടിൻ്റെ മർക്കസാക്കാൻ പോവുകയാണ് എന്നാണ് അവിടെ അള്ളാഹു വിളംബരപ്പെടുത്തിയത്. ഇതിനു ശേഷമുള്ള ആയത്തുകളും ഈ ഒരു കാര്യത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അള്ളാഹു പറയുന്നു, വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹ. അള്ളാഹു താൻ ഖലീഫയെ നിശ്ചയിക്കുവാൻ പോവുകയാണ് എന്ന് മലക്കുകളെ അറിയിച്ച ശേഷം ആദം അലൈഹി ഇസ്ലാമിൽ വഹിയിറക്കുകയുണ്ടായി. അദ്ദേഹത്തിന് എല്ലാ അസ്മാകളും അഥവാ എല്ലാ നാമങ്ങളും പഠിപ്പിച്ചു കൊടുക്കുകയുണ്ടായി. ആ നാമങ്ങൾ എന്തായിരുന്നുവെന്ന് ഞാൻ അടുത്ത ആയത്തിൽ പ്രതിപാദിക്കുന്നതായിരിക്കും. ഈ ഒരു അവസരത്തിൽ ഈ ഒരു കാര്യത്തിലേക്ക് ശ്രദ്ധ തിരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അതായത് ഈ ആയത്ത് തന്നെ പറയുന്നത് ആ സമയത്ത് ആദം അലൈഹി ഇസ്ലാം മുമ്പേ ഉണ്ടായിരുന്നു എന്നാണ്. കാരണം ഖലീഫയെ നിശ്ചയിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞതിന് ശേഷം ആദമിനെ സൃഷ്ടിച്ചു എന്നല്ല പറഞ്ഞത് അള്ളാഹു. നേരെ മറിച്ച് പറഞ്ഞത് പിന്നീട് അള്ളാഹു ആദമിനെ ഇൽഹാമിറക്കി എന്നാണ്. ഇതിൽ നിന്നും വളരെ വ്യക്തമായും മനസ്സിലാകുന്നത് ഈ ഒരു സന്ദർഭത്തിന് മുമ്പേ ആദം അലൈഹി ഇസ്ലാം സൃഷ്ടിക്കപ്പെട്ടിരുന്നു എന്നാണ്. വാഹിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.